Dear students, international trade ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള തിയറിയാണ്. ദാറ്റ് ഈസ് വെർണൻസ് പ്രൊഡക്റ്റ് സൈക്കിൾ തിയറി. Okay, Professor Raymond Vernon, he is an American economist, is an article published in 1966 put for the product cycle hypothesis. Okay, then the product cycle hypothesis states that the development of a new product moves through a cycle or a series of stages in the course of its development, and its comparative advantage changes as it moves through the cycle. ഓക്കെ, ഈ ഒരു പ്രൊഡക്റ്റ് സൈക്കിൾ ഹൈപ്പോത്തിസിസിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കൺട്രി പുതിയ ഒരു കമ്മോഡിറ്റി ഇന്നോവേറ്റ് ചെയ്യുകയാണ്, അല്ലെ, പുതിയൊരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഒരു കമ്മോഡിറ്റി വിവിധ സ്റ്റേജസിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വിവിധ സ്റ്റേജസിലൂടെ കടന്നു പോകുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇറ്റ്സ് കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ്, അല്ലെ, കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ഡിഗ്രി ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, അല്ലേ. രണ്ട് കൺട്രീസ് എടുത്ത് നോക്കുന്ന സമയത്ത് ഒരു കൺട്രിയിൽ ലെസ് കോസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ചീപ്പറായിട്ടൊരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മറ്റു കൺട്രിയിൽ നിന്ന് ചീപ്പറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു കമ്മോഡിറ്റിയിൽ കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് നിലനിൽക്കുന്നുണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഡിഫറെൻറ്റ് സ്റ്റേജസിലൂടെ കടന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് ചേഞ്ചസ് ആറ്റ് ഇറ്റ് മൂവ് ത്രൂ ദ സൈക്കിൾ. ഓരോ സൈക്കിൾ അല്ലെങ്കിൽ ഓരോ പ്രൊഡക്റ്റ് സൈക്കിളിലൂടെ കടന്നു പോകുന്ന സമയത്തും ഓരോ സ്റ്റേജസിലൂടെ കടന്നു പോകുന്ന സമയത്തും ഈ കമ്പാരറ്റീവ് അഡ്വാൻറ്റേജിൽ വ്യത്യാസം സംഭവിക്കുന്നു. ദാറ്റ് ഈസ് ദ തിയറി. ഓക്കെ, ദ തിയറി ഈസ് ബേസ്ഡ് ഓൺ ദ എക്സ്പീരിയൻസ് ഓഫ് US എക്കണോമി. ഇദ്ദേഹം ഒരു അമേരിക്കൻ എക്കണോമിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹം US എക്കണോമിയിലെ അല്ലെങ്കിൽ US എക്കണോമി മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത്. സോ the main assumptions of this theory are: first one, firms which develop a new product on the basis of some real or imagined monopolistic advantage. ഈ ഒരു കൺട്രിയിലെ ഫേംസ് കമ്മോഡിറ്റീസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഓൺ ദ ബേസിസ് ഓഫ് സം റിയൽ ഓർ ഇമാജിൻഡ് മൊണോപ്പൊളിസ്റ്റിക് അഡ്വാൻറ്റേജ്, അല്ലേ. ആ ഒരു കൺട്രിക്ക് ആ ഒരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു മൊണോപ്പൊളിസ്റ്റിക് അഡ്വാൻറ്റേജ് നിലനിൽക്കുന്നുണ്ട്. ആ ഒരു കമ്മോഡിറ്റിയിൽ കുത്തകയായിട്ട് ഇമാജിൻഡ് മൊണോപ്പൊളിസ്റ്റിക് അഡ്വാൻറ്റേജ്, അല്ലേ, ആ ഒരു കൺട്രിയുടേത് മാത്രമായിട്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ളൊരു മൊണോപ്പൊളിസ്റ്റിക് അഡ്വാൻറ്റേജ് അവിടെ നിലനിൽക്കുന്നുണ്ട്. Then next assumption is that stimulus to innovate a new product is provided by the need and opportunities of the domestic market. അതായത് ഈ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ന്യൂ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഉത്തേജനം നൽകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നീഡ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് ദ ഡൊമസ്റ്റിക് മാർക്കറ്റ്, അല്ലെങ്കിൽ ആഭ്യന്തര വിപണിയിൽ ആ ഒരു കമ്മോഡിറ്റിയുടെ ആവശ്യവും അതുപോലെ തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പുതിയ ഓപ്പർച്യൂണിറ്റീസും ലഭിക്കുന്നത് കൊണ്ടാണ് ആ ഒരു കമ്മോഡിറ്റീസ് ആ ഒരു എക്കണോമിയിൽ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സ്റ്റിമുലേഷൻ ലഭിക്കുന്നത്. Then next assumption is that innovating firm have no information about conditions in foreign markets, whether in other advanced countries or in developing countries. ഈ ഒരു പുതിയ കമ്മോഡിറ്റി ഇന്നോവേറ്റ് ചെയ്യുന്ന ഈ ഒരു ഫേമിന് അല്ലെങ്കിൽ ആ ഒരു കൺട്രിക്ക് ദർ ഈസ് നോ ഇൻഫോർമേഷൻ, അല്ലേ. അതായത് മറ്റുള്ള രാഷ്ട്രങ്ങളുടെ ട്രേഡ് കണ്ടീഷൻസിനെയോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ടെക്നിക്സിനെ കുറിച്ചിട്ടോ യാതൊരുവിധ അറിവും ഉണ്ടായിരിക്കുന്നില്ല. ദർ ഈസ് നോ ഇൻഫോർമേഷൻ അബൌട്ട് കണ്ടീഷൻസ് ദ ഫോറിൻ മാർക്കറ്റ്സ്, വെദർ ഇൻ അതർ അഡ്വാൻസ്ഡ് കൺട്രീസ് ഓർ ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്. ഡെവലപ്പിംഗ് കൺട്രീസ് ആയാലും അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് കൺട്രീസ് ആണെങ്കിലും അവിടെ ഈ ഒരു കമ്മോഡിറ്റിക്ക് ഉപയോഗിക്കുന്ന ടെക്നോളജീനെ കുറിച്ചുള്ള യാതൊരു അറിവും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ദാറ്റ് ഈസ് ദ തേർഡ് അസംഷൻ. And fourth assumption of this product cycle theory is that innovating firms in advanced country are exposed to a very different home environment from other advanced industrialized countries. അതായത് ഈ ഒരു പുതിയ കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്നോവേറ്റീവ് ഫേം in advanced country are exposed a very different home environment from other advanced industrialized countries. മറ്റുള്ള ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹോം എൻവയൺമെൻറ്റ് ഈ ഒരു ഇന്നോവേറ്റിംഗ് ഫേമിന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു ഇമാജിൻഡ് മൊണോപ്പൊളി പവർ ഈ ഒരു കൺട്രിക്ക് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫോർത്ത് അസംഷൻ. ദ നെക്സ്റ്റ് അസംഷൻ of the theory is a triggering event such as
the appearance of rival producers leads to manufacture of the product of export. That is, a triggering event is that such as the appearance of rival producers leads to the manufacture of the product of the export. അതായത് ഈ ഒരു കമ്മോഡിറ്റിയിൽ പുതിയ ഫേംസ് കടന്നു വരുന്നുണ്ടെങ്കിൽ പോലും അവിടെ ആ ഒരു ഇന്നോവേറ്റീവ് ഫേമിനകത്ത് അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ഫേമിൽ അവർക്ക് ഒരു മൊണോപ്പൊളി ആയിട്ട് നിലനിൽക്കാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ന്യൂ പ്രൊഡക്ട്സ് ആർ ഇനീഷ്യലി ഡെവലപ്ഡ് ഇൻ ക്യാപിറ്റൽ റിച്ച് കൺട്രീസ്. അല്ലേ, നമ്മൾ സാധാരണയായിട്ട് ഇന്നോവേറ്റീവ് ഫേംസ് അല്ലെങ്കിൽ പുതിയ കമ്മോഡിറ്റീസ് ഒക്കെ എത്തരത്തിലുള്ള കൺട്രീസിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ക്യാപിറ്റൽ റിച്ച് കൺട്രീസിലാണ്, അല്ലേ. ഡെവലപ്ഡ് ആയിട്ടുള്ള ഈ ഒരു മൂലധനം ധാരാളമായിട്ട് ലഭിക്കുന്ന കൺട്രീസിലായിരിക്കും ഇത്തരത്തിൽ ഇന്നോവേഷൻസ് നടക്കുന്നുണ്ടാവുക. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ 6th assumption. ഈ അസംഷൻസ് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. Then first assumption, firm which develop a new product on the basis of some real or imagined monopolistic advantage. Stimulus to innovate a new product is provided by the need and opportunities of the domestic market. Innovating firm have no information about conditions in foreign markets, whether in other advanced countries or developing countries. Innovating firms in advanced country are exposed to a very different home environment from other advanced industrialized industries. Then a triggering event such as the appearance of rival producers leads to the manufacture of the product for export. The new products are initially developed in capital rich countries. So these are the main assumptions of this theory. Then Vernon argues that many new products are developed initially in capital rich countries like United States because of its comparative advantage in research and development. ഓക്കെ, വേണം പറയുന്നത് എന്താണ്? പ്രധാനമായിട്ടും ഈ ഒരു പുതിയ തരത്തിലുള്ള ഇന്നോവേഷൻസ് പുതിയ പ്രൊഡക്റ്റുകളിലേക്ക് ഇന്നോവേഷൻസ് നടക്കുന്നത് എത്തരത്തിലുള്ള കൺട്രീസിലാണ്? ക്യാപിറ്റൽ റിച്ച് കൺട്രീസിലാണ്. അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെയാണ് ഈ ഒരു തിയറിയിൽ മുൻനിർത്തിയിട്ട് ഈ ഒരു തിയറി പറയുന്നത്. ഓക്കെ, ലൈക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബിക്കോസ് ഓഫ് ഇറ്റ്സ് കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് ഇൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. അതായത് ഇത്തരത്തിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ക്യാപിറ്റൽ റിച്ച് കൺട്രീസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്, പുതിയ ഗവേഷണങ്ങളൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഗവേഷണവും അതുപോലെ തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് പുതിയ സാധ്യതകളുള്ള കൺട്രി ആയതുകൊണ്ട് തന്നെ പുതിയ ഇന്നോവേഷൻസ് വരാനായിട്ട് സാധ്യത ഏറെയാണ്. Okay, the new products that are likely to develop are consumer products that seem to have a ready domestic market. Okay, the new products that are likely to develop are consumer products that seem to have already domestic market. അതായത് ആ ഒരു കമ്മോഡിറ്റി പുതിയ ഇന്നോവേഷൻ നടത്തുന്നതിനായി ആവശ്യമായിട്ടുള്ള ഒരു ഡൊമസ്റ്റിക് മാർക്കറ്റ് അവിടെ അവൈലബിൾ ആയിരിക്കും. Then this is because with high per capita income such countries offer opportunities for the sale of new products. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഡെവലപ്ഡ് കൺട്രീസിൽ പുതിയ കമ്മോഡിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും വിൽക്കുന്നതിനും വേണ്ടിയിട്ടൊരു അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ നിലനിൽക്കുന്നത്? അവിടെ ഉയർന്നിരിക്കുന്ന പെർ ക്യാപിറ്റ ഇൻകം തന്നെയാണ്, അല്ലേ. അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിനും അതുപോലെ തന്നെ ഡെവലപ്പിംഗ് കൺട്രീസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡെവലപ്ഡ് കൺട്രീസിൽ പെർ ക്യാപിറ്റ ഇൻകം വെരി ഹൈ ആയിരിക്കും. അതുകൊണ്ട് തന്നെ പുതിയ ഒരു കമ്മോഡിറ്റി മാർക്കറ്റിൽ എത്തിക്കുകയും അതുപോലെ തന്നെ അത് വിപണനം നടത്തുന്നതിന് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഈ ഒരു അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലുള്ള അത്രയും ബുദ്ധിമുട്ടുകൾ ഡെവലപ്ഡ് കൺട്രീസിൽ നേരിടേണ്ടതായിട്ട് വരുന്നില്ല. ഓക്കെ, സോ ദിസ് ഈസ് ബിക്കോസ് വിത്ത് ഹൈ പെർ ക്യാപിറ്റ ഇൻകം സച്ച് കൺട്രീസ് ഓഫർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ സെയിൽ ഓഫ് ന്യൂ പ്രൊഡക്ട്സ്. Then capital rich countries induce innovations that are associated with economies of scale. ഓക്കെ, ക്യാപിറ്റൽ റിച്ച് കൺട്രീസ് കൂടുതൽ ഇന്നോവേഷൻസിലേക്ക് വരാനുള്ള മറ്റൊരു കാരണം എന്താ? ദാറ്റ് ഈസ് ദർ ഈസ് എൻ പ്രസൻസ് ഓഫ് എക്കണോമീസ് ഓഫ് സ്കെയിൽ. അതായത് ലാർജ് സ്കെയിൽ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ അതിനുള്ളൊരു അഡ്വാൻറ്റേജ് അവിടെ നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, സോ ദേ ഓൾസോ പ്രിഫർ അറ്റ് ഈ ഹോം ലൊക്കേഷൻ ടു മിനിമൈസ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്യാപിറ്റൽ റിച്ച് കൺട്രീസ് പുതിയ കമ്മോഡിറ്റീസൊക്കെ അവർ ഇന്നോവേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ഏത് പ്ലേസ് ആയിരിക്കും അവർ പ്രിഫർ ചെയ്യുന്നുണ്ടാവുക? അവരുടെ ഹോം ലൊക്കേഷൻ തന്നെയായിരിക്കും. അവരുടെ കൺട്രിയിൽ തന്നെ ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറച്ചുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാവും. അപ്പോൾ ഇത്തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ കോസ്റ്റും ഒക്കെ കുറച്ച് ധാരാളം കമ്മോഡിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, അവിടെ ഒരു ഇക്കണോമീസ് ഓഫ് സ്കെയിൽ നിലനിൽക്കാൻ സാധ്യതയുണ്ട്. Then
Once a new product has been introduced and marketed in the home country, a process starts that affects the country's flow of international trade in a reasonably predictable way in the form of a cycle in the life of the new product. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഒരു കമ്മോഡിറ്റി മാർക്കറ്റിൽ, പുതിയൊരു കമ്മോഡിറ്റി മാർക്കറ്റിൽ എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കൺട്രി, ആ ഒരു ഹോം കൺട്രിയിൽ ആ ഒരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്താ, ദാറ്റ് അഫക്ട്സ് ദ കൺട്രീസ് ഫ്ലോ ഇന്റർനാഷണൽ ട്രേഡ് ഇൻ എ റീസണബിളി പ്രിഡിക്റ്റബിൾ വേ ഇൻ ദ ഫോം ഓഫ് എ സൈക്കിൾ ഇൻ ദ ലൈഫ് ഓഫ് ദ ന്യൂ പ്രൊഡക്റ്റ്. അപ്പോൾ ഈ ഒരു കമ്മോഡിറ്റി മറ്റുള്ള രാഷ്ട്രങ്ങളുമായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ്, കുറേയധികം സൈക്കിളിലൂടെ അല്ലെങ്കിൽ കുറേയധികം സ്റ്റേജസിലൂടെ കടന്നു പോകുന്നുണ്ട്. ഓക്കെ, ആ 3 സ്റ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ ഡയഗ്രാമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനുമായിട്ട് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പരിചയപ്പെടും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായിട്ടും വെർണേഴ്സ് പ്രൊഡക്റ്റ് സൈക്കിൾ ഹൈപ്പോത്തിസിസിൽ ഈ ഒരു അസംഷൻസ് ഓഫ് ദിസ് തിയറി ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഈ തിയറിയുടെ പ്രധാനപ്പെട്ട ആശയം എന്താണ് എന്നുള്ളതും ഓർത്ത് വയ്ക്കുക. Okay. Then we will meet in the next class. Thank you.